വഖഫ് കേസിൽ ബിജെപി വാദങ്ങളെ പിന്തുണയ്ക്കുന്ന ലീഗ് നിലപാടിലെ ഇരട്ടത്താപ്പ് പുറത്ത്. സുപ്രീം കോടതിയിലെ ലീഗിന്റെ തന്നെ വാദങ്ങളെയാണ് ഇപ്പോൾ നേതൃത്വം തള്ളിപ്പറയുന്നത്. ഹൈക്കോടതിയിൽ ഇതല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നുവെന്ന സർക്കാർ വാദവും വസ്തുതാ വിരുദ്ധമാണ്. ഞങ്ങളത് പരിശോധിക്കും എന്ന് കോടതിയോട് പറഞ്ഞു. അപ്പോൾ കോടതി അങ്ങനെ വിധി വന്നു. ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥക്കൊക്കെ അനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് കേരള ഗവൺമെന്റ് എടുക്കുക. വഖഫ് ബോർഡിൽ 2 മുസ്ലിം ഇതര വിശ്വാസികളെ ഉൾപ്പെടുത്താൻ തയ്യാറാണെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ അറിയിച്ചതിനെ ന്യായീകരിച്ച് മുസ്ലിം ലീഗ് നേതാവ് PMA സലാം പറഞ്ഞതാണിത്. സർക്കാർ നിലപാട് വഖഫ് ബോർഡിനെ ബാധിക്കില്ലെന്നും ഇതല്ലാതെ മറ്റൊരു മാർഗം സർക്കാരിനുണ്ടായിരുന്നില്ല എന്നുമാണ് PMA സലാമിന്റെ വാദം. 2 വാദങ്ങളും അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണ്. വഖഫ് നിയമ ഭേദഗതിയിലെ 14-ാം വകുപ്പ് സർക്കാർ ഹൈക്കോടതിയിൽ അംഗീകരിച്ചതോടെ സുപ്രീം കോടതിയിലെ കേരളത്തിൻ്റെ കേസ് തന്നെ ദുർബലപ്പെട്ടു എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി 14-ാം വകുപ്പ് ഭേദഗതി പ്രകാരം 2 അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തേണ്ടതായി വരും. ഇനി ഇതല്ലാതെ മറ്റു മാർഗം സംസ്ഥാന സർക്കാരിന് ഇല്ലെന്നാണ് ലീഗ് നേതാവിൻ്റെ മറ്റൊരു വാദം. അഡ്വക്കേറ്റ് ജനറൽ മൗനം പാലിക്കാതെ ശക്തമായി വാദിച്ചിരുന്നുവെങ്കിൽ സർക്കാരിന് പറയാൻ ഒരുപാടുണ്ടായിരുന്നു. സമാന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കേസുണ്ടെന്നും ഹൈക്കോടതി തീരുമാനം സുപ്രീം കോടതിയുടെ വിധിക്ക് വിധേയമായിരിക്കുമെന്നും AGക്ക് കോടതിയിൽ വാദിക്കാമായിരുന്നു. 2 ഒഴിവുകളുടെ പേരിലാണ് ഹൈക്കോടതി ബോർഡ് മരവിപ്പിച്ചത്. വഖഫ് നിയമം 22 പ്രകാരം ബോർഡിൽ ഒഴിവ് വന്നതിൻ്റെ പേരിൽ ബോർഡിൻ്റെ തീരുമാനങ്ങളെ ബാധിക്കില്ല. ഇതും അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ പറഞ്ഞില്ല. മറിച്ച് 14-ാം വകുപ്പ് പ്രകാരം അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ പറഞ്ഞത്. തങ്ങൾ ഷോൺ ജോർജിൻ്റെ വാദങ്ങൾക്കൊപ്പമാണെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഒരു ഘട്ടത്തിൽ കോടതിയിൽ തുറന്നു പറയുകയും ചെയ്തു. മാത്രമല്ല, വകുപ്പ് 99 പ്രകാരം സർക്കാരിന് മാത്രമേ ബോർഡ് തീരുമാനങ്ങളെ അസാധുവാക്കാൻ അധികാരമുള്ളൂ. ഇതും സർക്കാർ കോടതിയിൽ മറച്ചുവെച്ചു. സമാന നിയമപ്രശ്നം തമിഴ്നാട്ടിലുണ്ടായപ്പോൾ സുപ്രീം കോടതി ഇടപെട്ട് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നു. ഇതും AG കോടതിയിൽ മിണ്ടിയില്ല. ചുരുക്കത്തിൽ സർക്കാരിൻ്റെയും അഡ്വക്കേറ്റ് ജനറലിൻ്റെയും കോടതി മുറിയിലെ മൗനമാണ് അനുകൂല വിധി സമ്പാദിക്കാൻ ഷോൺ ജോർജിനെ സഹായിച്ചത്. ഒരു ഘട്ടത്തിൽ സർക്കാർ ഹർജിക്കാരനൊപ്പമാണെന്ന് അഡ്വക്കേറ്റ് ജനറൽ തുറന്നു പറയുകയും ചെയ്തു. ഇതല്ലാതെ മറ്റൊരു നിലപാടും സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന മുസ്ലിം ലീഗ് നേതാവിൻ്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് ഇതോടെ വ്യക്തമാകുന്നു. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.